Watch India's largest kids library only on Jio Hotstar. Download the app now. ചേടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനൊരു കേജിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കേജ് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതെ, ചേടാ എന്റെ ചങ്ക, എന്റെ ബ്രോ, സുഹൃത്തുക്കളെ, ഇത് ഒരു ഇൻവിസിബിൾ കേസാണ്. അത് ആർക്കും കാണാൻ കഴിയില്ല. അതെ, നിങ്ങളെന്താ ഞങ്ങളെല്ലാരും മണ്ടനാക്കാൻ ശ്രമിക്കുക? നിങ്ങളിത് ഇൻവിസിബിൾ കേസ് എന്നല്ലേ പറഞ്ഞത്? പിന്നെ എനിക്ക് എങ്ങനെ കാണാൻ പറ്റും? ഓ എന്റെ സുഹൃത്തുക്കളെ, ക്ഷമിക്കൂ. ഞാൻ എന്താ പറയാൻ വന്നെന്ന് വെച്ചാൽ, ഈ ഇൻവിസിബിൾ കേസിനെ ഈ കറുത്ത കണ്ണാട ഇട്ടിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ഗ്രീൻ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ഈ കേജിന്റെ ഗേറ്റ് ഓപ്പൺ ആകും. അതായത് കതക് ഇങ്ങനെ തുറക്കും. വീണ്ടും ഇത് ഞെക്കി കഴിഞ്ഞാൽ ആ ഡോറ് വീണ്ടും ക്ലോസ് ആകും. എങ്ങനെ? ഇതിന്റെ 4 വശത്തും കറണ്ട് പാസ് ആകും. റിമോട്ട് മൂലം ഓഫ് ചെയ്താൽ മാത്രമേ ഈ കറണ്ട് ഓഫ് ആകുള്ളൂ. അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. റിമോട്ട് ഞാൻ മാറ്റിയല്ലോ. ജോണാകാൻ പോകുന്നു. എനിക്ക് കേജ് വന്നിട്ടില്ലല്ലോ. ഈ കേജ് മുന്നേ തന്നെ ഉണ്ട്. നമുക്ക് കുറച്ച് പുറകിൽ പോവാം. വരൂ. ബോസ്, കറുത്ത കണ്ണട ഉപയോഗിച്ചാലേ ഈ ഗേജ് കാണാൻ പറ്റുമെന്ന് ഡോക്ടർ ജഡ്ക പറഞ്ഞതാ. നമ്പർ 1, നീ നല്ല സമയത്താണ് ഇത് ഓർമ്മിപ്പിച്ചത്. എന്റെ അമ്മ മോട്ടുപത്ലു, എന്നെ രക്ഷിക്കണേ. ആ ജോൺ എന്നെ കിഡ്നാപ്പ് ചെയ്ത് ഈ കാട്ടിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. വേഗം വന്നേ. ഡോണ്ട് വറി ചിങ്കം സാറേ, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിയേക്കാം. വാ ബോസ്, വളരെ സൂപ്പർ. നന്നായിട്ട് മിമിക്രി ചെയ്യുന്നു ബോസ്. സ്റ്റാർട്ട്. ജോൺ, ഇന്ന് നിനക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്ന് നമുക്ക് തമ്മിൽ അടികൂടി നോക്കാം. മോട്ടു പത്ലു, ധൈര്യമുണ്ടെങ്കിൽ വാ. രക്ഷിക്കണേ, മമ്മി, അച്ഛ, അമ്മാവ, എന്റെ അമ്മ. എന്റെ മോട്ടു, നിനക്ക് എന്തായി സംഭവിച്ചത്? എല്ലാവരെ കുറിച്ച് നീ ഇപ്പൊ ആലോചിക്കാനുള്ള കാരണം എന്താ? വരൂ, വീണ്ടും ട്രൈ ചെയ്ത് നോക്കൂ. മോട്ടു, എനിക്ക് തോന്നുന്നു നമ്മള് രണ്ടാളും ഇൻവിസിബിൾ കേജിന്റെ ഉള്ളിലാണെന്നാ. പക്ഷേ ഇൻവിസിബിൾ കേജ് ഡോക്ടർ ജഡ്കയുടെ അടുത്തല്ലേ ഉള്ളത്. ജോണിന്റെ അടുത്ത് എങ്ങനെ എത്തിയത്? കട്ടുകൊണ്ട് വന്നതാ, പിന്നെ എങ്ങനെ കിട്ടാനാ? ജോൺ, ഞങ്ങളെങ്ങാനും ഇതിന്ന് പുറത്തു വന്നാൽ നിന്നെ പിന്നെ വെറുതെ വിടില്ല കേട്ടോ. പക്ഷെ ഇവിടുന്ന് നിങ്ങളെ ആര് പുറത്തേക്ക് കൂട്ടിട്ട് വരും? നിങ്ങളുടെ ഫ്രണ്ടിനെ കൊണ്ടും കഴിയില്ലല്ലോ. ഞാൻ ജോൺ ആണ് സംസാരിക്കുന്നത്. മോട്ടും പത്ലും ഇപ്പൊ എന്റെ കസ്റ്റഡിയിലാണ്. പറ്റുമെങ്കിൽ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോ. മോട്ടു, ഞാൻ ഇപ്പൊ തന്നെ വന്നോളാം. ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് വരും. എന്റെ അടുത്ത് നിങ്ങൾ എങ്ങനെ രക്ഷപ്പെടാൻ പോകുന്നു ഞാൻ നോക്കട്ടെ. ചിങ്കം സാറേ, നിൽക്കൂ. അവിടെ നിൽക്കൂ. മുന്നോട്ടേക്ക് വരല്ലേ. ഇപ്പൊ നിൽക്കാൻ സമയമില്ല മോട്ടു പത്ലു. ഡ്യൂട്ടി ഈസ് ഡ്യൂട്ടി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. വേണ്ട ചിങ്കം സാറേ, വേണ്ട. എന്റെ അമ്മ. സ്റ്റോപ്പ്, വണ്ടി നിർത്താൻ. മതി. മമ്മി, ഡാഡി, അങ്കിൾ, ആട്ടി. ചിങ്കം സാർ,
വിചാരിച്ച പോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും കേജിലടയ്ക്കണം. ഇപ്പൊ 3 പേര് എത്തിക്കഴിഞ്ഞു. ഇനി 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് ഈ കേജിലടയ്ക്കും. അതിനുശേഷം ഞാൻ വളരെ സന്തോഷമായിരിക്കും. വരരുത്, വരല്ലേ, വരരുത്, വരല്ലേ, ഇങ്ങോട്ട് വരല്ലെന്ന് വരരുത്. പറഞ്ഞില്ലേ? എന്റെ ചങ്ക എന്റെ ബ്രോ, നീയല്ലേ ഫോൺ ചെയ്ത് എന്നെ വരാൻ പറഞ്ഞത്? ഇപ്പൊ വരണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ തമാശ കളിക്കാണോ? നിങ്ങൾ വന്നു അല്ലേ വലിയേട്ടാ? അങ്ങനെ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഈ ഇൻവിസിബിൾ കേജിൽ കുടുങ്ങിപ്പോയല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അയ്യോ, ഇക്കാര്യം എനിക്ക് അറിയാതെ പോയല്ലോ. ജോണിന്റെ റിമോട്ട് എപ്പ കട്ടെടുത്തു? എങ്ങനെ കട്ടെടുത്തുണ്ടാവും? ഡോക്ടർ ജട്ക, ഇനി ജീവിതകാലം മൊത്തം നീ ഉണ്ടാക്കിയ കേജിലാണ് നിന്റെ ജീവിതം. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇതുവരെ ഒരു ജയിലിലും ഞാൻ കുറ്റവാളിയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനിപ്പോ എന്താ ചെയ്യാ? പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്ത് രക്ഷപ്പെടുന്നതിൽ 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. എല്ലാരും എന്നോടൊപ്പം വന്നേക്ക്. ചേടാ, പോകണമെന്ന് വിചാരിച്ചില്ലേ? പിന്നെ ഈ കറുത്ത കണ്ണാടി ഇട്ട് നോക്കിട്ട് പോയാലെന്താ? കറുത്ത കടയെ കുറിച്ച് ആദ്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇനി നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും. മഴ വന്നാലും വെയിലടിച്ചാലും കൊടുങ്കാറ്റ് വന്നാലും നിങ്ങൾ എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. ഈ കാട്ടിന്റെ നടുക്കിൽ, അതും ഈ കേജിന്റെ അകത്ത്. അതും വിശന്ന് വലഞ്ഞ് ചാകാൻ പോവുകയാണ്. വേണ്ട കേട്ടോ ജോണ്, എന്ത് വേണേ ചെയ്തോ. പക്ഷെ എന്നെ പട്ടിണി കിടാൻ മാത്രം നോക്കരുത്. കാരണം എനിക്കൊരിക്കലും വിശന്നിരിക്കാൻ മാത്രം പറ്റില്ല. ഞങ്ങൾക്കിപ്പോ കഴിക്കാനും കുടിക്കാനും തരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ എല്ലാം തരാം. നിനക്ക് കഴിക്കാൻ തരാം, വെള്ളം തരാം, പോക്കറ്റ് മണി പോലും തരാം. പക്ഷെ തിരിച്ച് വേഗം കേജിന്റെ അകത്തേക്ക് പോ പ്ലീസ്. എന്റെ മോട്ടു പുറത്തു പോയ നീ എന്തിനാ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നത്? പോയ സ്ഥിതിക്ക് ആ ജോണിന്റെ കയ്യിന്ന് റിമോട്ടും വാങ്ങിച്ചോണ്ട് വരായിരുന്നില്ലേ? അതെ അതെ പത്തലു, ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. സോറി, ഞാൻ ഇപ്പൊ തന്നെ വീണ്ടും പോവാം. ചേടാ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഭൂമിയുടെ അടിയിലും കേജ് ഉണ്ടാക്കാം എന്ന് ജോണിന് അറിയില്ലല്ലോ. ആ അതെ, ഇപ്പൊ എനിക്ക് അറിഞ്ഞല്ലോ. ശരി മക്കളെ, ഞാനിപ്പോ ഇവിടുന്ന് സ്ഥലം വിടാൻ പോവുകയാണ്. ഈ നല്ല സമയം ഞാൻ എനിക്ക് യൂസ്ഫുൾ ആക്കണ്ടേ. ഇവിടെ നോക്കൂ ചിങ്ങം സാർ, ഞാനിപ്പോ ഫുർഫുറി നഗറിന്റെ ബാങ്കിനെ കൊള്ളയടിച്ചിട്ട് വന്നിരിക്കുകയാണ്. മോട്ടു പത്ലു, ഫുർഫുറി നഗർ ജ്വല്ലേഴ്സ് എല്ലാം ഞാൻ കൊള്ളയടിച്ചു. ബി ജ്വല്ലേഴ്സ്. നിങ്ങളിങ്ങനെ ചെയ്താൽ എന്റെ തൊപ്പി തന്നെ തെറിക്കും. നഗരം മുഴുവനും കൊള്ളടിക്കാണ്. എന്റെ അമ്മോ. നിങ്ങളെല്ലാവരും ഇപ്പൊ കേജിന്റെ അകത്തല്ലേ? ആരെ കൊണ്ട് എന്നെ തടയാനാവും? മോട്ടു അവനാ കാലുമേ കാലും കേട്ടിട്ട് ഓരോന്ന് ചെയ്യുന്നത് കണ്ടില്ലേ? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. പത്തലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? നീ ആലോചിക്ക്. ഐഡിയ. മോട്ടു ഈ കണ്ണട ഇട്ട് നോക്ക്. ചായക്കടക്കാരൻ ചേട്ടാ, സമൂസ എടുത്തോണ്ട് വേഗം ഈ കാടിന്റെ അടുത്തേക്ക് വന്നേക്ക്. ഇപ്പൊ വരാൻ പത്തുള്ളൂ ചേട്ടാ. നല്ല മണം. മോട്ടു സമൂസ കഴിക്കേ, എന്നിട്ട് പണി തുടങ്ങ്. നമ്പർ 1 നമ്പർ 2 ഒരു മറ നിർമ്മിച്ചേ. വേണ്ട, എന്നെ വിട്ടേക്ക് മോട്ടോ പ്ലീസ്. എന്നെ വിട്ടേക്ക്. ഞാൻ ഇനി ഇങ്ങനെ ചെയ്യില്ല. എനിക്ക് മാപ്പ് നൽകും മോട്ടോ. നിക്ക്, വേണമെങ്കിൽ ഞാൻ കൊള്ളയടിച്ചതിൽ പകുതി നിനക്ക് തരാം. എന്നെ വിട്ടേക്ക്.
സമോസയുടെ പവർ. താങ്ക് യു മോട്ടു, നീ എന്റെ ജോലി രക്ഷിച്ചു. നന്ദിയുണ്ട് മോട്ടു, വളരെ നന്ദിയുണ്ട്. ചേടാ ഒന്ന് എല്ലാവരും നിക്ക്. ഈ കേസ് ഒന്ന് തുറന്നു തന്നിട്ട് പോ. എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് പോകൂ പ്ലീസ്. Watch India's largest kids library only on Jio Hotstar. Download the app now.